കൂട്ടത്തിൽ നമുക്ക് മുരിങ്ങക്ക, അതുപോലെ പച്ചമുളക്, തക്കാളി, പിന്നെ തേങ്ങ നമുക്ക് നന്നായിട്ട് ചതച്ചിട്ട് വേണം നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പം നമുക്ക് ഉള്ളിത്തീയൽ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ട് ഇന്ന് ഒരു അടിപൊളിയായിട്ടുള്ളൊരു ഉള്ളിത്തീയൽ. നമുക്കിതിലേക്ക് തേങ്ങ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. നമുക്ക് ഇതുകൊണ്ട് ഈ മുളക് ഇട്ട് നന്നായിട്ട് ഈ തേങ്ങ ഒന്ന് വറുത്ത് എടുക്കാം. നന്നായിട്ട് പച്ചമുളക് നമ്മൾ എടുത്തിട്ടില്ല, കറിവേപ്പിലയും ഒപ്പം വറ്റൽ മുളകും തേങ്ങയും കൂടെ ഒക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇനി നമ്മൾ മല്ലിപ്പൊടി ചേർക്കാം. അതായത് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമ്മൾ മല്ലിപ്പൊടിയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പം ഒരു നന്നായിട്ട് മൂത്ത ശേഷം മതി, കാരണം പിന്നീട് മല്ലിപ്പൊടി അധികം മൂക്കണ്ട. അതുകൊണ്ട് നമ്മൾ മുളക് പൊടി കുറച്ച് മാത്രമേ എടുത്തുള്ളൂ, കാരണം നമ്മൾ ഓട്ടോമാറ്റിക്കലി കുറച്ച് മുളക് ചേർത്തിട്ടുണ്ട്, വറ്റൽ മുളക്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് മാത്രമേ